ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒറ്റ കെമിക്കലും ഉപയോഗിക്കാതെ വീട്ടിലിരുന്ന് തന്നെ എങ്ങനെ നരച്ച മുടിയെ നല്ല ബ്രൗൺ ഷെയ്ഡാക്കി എടുക്കാമെന്നാണ്. കോഫി പൗഡർ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഈ ഹെയർ ഡൈ മുടിയുടെ വളർച്ചയ്ക്കും മുടിയുടെ കരുത്തിനും അതുപോലെ തന്നെ ഹെയർ ഫോൾ സ്റ്റോപ്പ് ചെയ്യുന്നതിനും വളരെയധികം സഹായിക്കുന്നു. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. ആദ്യം തന്നെ ഒരു പാത്രത്തിൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുക. അതിനുശേഷം 2 സ്പൂൺ കോഫി പൗഡർ മിക്സ് ചെയ്യുക. ഈ കോഫി പൗഡറിലുള്ള കഫീൻ മുടിക്ക് വളരെ ഭംഗിയുള്ള ചോക്ലേറ്റ് കളർ നൽകുന്നതിന് സഹായിക്കുന്നു. അതുപോലെ മുടിയുടെ വളർച്ചയ്ക്കും നല്ലതാണ്. ഇനി അടുത്തതായി ബ്ലാക്ക് ടീ പൗഡർ ആഡ് ചെയ്യുക. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 2 ടീസ്പൂൺ ടീ പൗഡർ ആണ്. ഹെയർ ഡൈ ഉണ്ടാക്കാനായിട്ട് ടീ പൗഡർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇതിലേക്ക് ഇടാൻ പോകുന്നത് ഗ്രാമ്പു ആണ്. ഗ്രാമ്പു നമ്മുടെ ഹെയർ വളരെയധികം ബലമുള്ളതായി മാറ്റാൻ ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഹെയർ റൂട്ടിനെ ബലപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയർ പൊട്ടിപ്പോകുന്നതാണെങ്കിൽ അത് നിൽക്കുന്നതിന് സഹായിക്കുന്നു. ഇനി ഈ മിക്സ് തിളപ്പിച്ചെടുക്കുമ്പോൾ ഫ്ലെയിം മീഡിയം ആക്കി അതിൽ വേണം തിളപ്പിച്ചെടുക്കാൻ. ഫ്ലെയിം കൂട്ടി വെച്ചാൽ ഇതിൽ കളർ നന്നായി ഇളകി വരില്ല. അതുകൊണ്ട് തന്നെ ഫ്ലെയിം മീഡിയത്തിലിട്ട് തിളപ്പിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് തിളച്ച് വരും തോറും പതുക്കെ കളർ ഇളകി വന്ന് നന്നായി ബ്രൗൺ ഷെയ്ഡായി മാറുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഹെയർ ഡൈ ഒന്നെങ്കിൽ മെഹന്തിയുടെ കൂടെയോ അല്ലെങ്കിൽ മെഹന്തി ഇല്ലാതെയോ നമുക്ക് യൂസ് ചെയ്യാം. അതിനുശേഷം ഒരു ബൗൾ എടുത്ത് അതിലേക്ക് മെഹന്തി ആഡ് ചെയ്യുക. ഹെയർ ലെങ്ത് അനുസരിച്ചിട്ടാണ് മെഹന്തി ആഡ് ചെയ്യേണ്ടത്. ഇതിലേക്ക് ഒരു സ്പൂൺ നെല്ലിക്ക പൗഡർ ഇട്ട് കൊടുക്കുക. നരയ്ക്കാത്ത മുടി നര വരുന്നത് ഒഴിവാക്കാനും സ്കാൽപ്പ് വൃത്തിയാകാനും ആണ് നെല്ലിക്കപ്പൊടി യൂസ് ചെയ്യുന്നത്. അതിനുശേഷം ഇട്ട് കൊടുക്കാൻ പോകുന്നത് ചെമ്പരത്തിപ്പൂവിൻ്റെ പൊടിയാണ്. താരൻ അകറ്റാനും മുടിക്ക് തിളക്കം നൽകാനും ഇത് നല്ലതാണ്. ഇനി 10 മിനിറ്റ് തിളപ്പിച്ച കോഫി ടീ വാട്ടർ 5 മിനിറ്റ് തണുത്തതിന് ശേഷം ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. പതുക്കെ ആഡ് ചെയ്ത് ഈ മിക്സ് ഇളക്കി കൊടുക്കുക. അധികം കട്ടിയാകാനും അധികം ലൂസാകാനും പാടില്ല. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ മെഹന്തിയുടെ ഓറഞ്ച് കളറും റെഡ് കളറും ഇഷ്ടപ്പെടാത്തവർക്ക് ഇത് നല്ലൊരു ചോക്ലേറ്റ് കളറാണ് നൽകുന്നത്. ഇത് മുടിക്ക് നാച്ചുറൽ കളർ തരുന്നത് കൂടാതെ ഇതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻ്റ് ആണ് ആഡ് ചെയ്തത് അത് മുടിയുടെ ഡാമേജിനെ വളരെ വേഗത്തിൽ റിപ്പയർ ചെയ്യുന്നു. ഇനി ഇത് നല്ലതുപോലെ അടച്ചു വെച്ചതിന് ശേഷം 7 മണിക്കൂറിന് ശേഷമാണ് ഞാനിത് യൂസ് ചെയ്യാനായി പോകുന്നത്. ഇനി ഇത് ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഇത് മിക്സ് ചെയ്യുമ്പോൾ ഇരുമ്പ് പാത്രത്തിലാണെങ്കിൽ ഒന്നും കൂടി നല്ലതാണ്. ഇനി അഥവാ ഇരുമ്പ് പാത്രം ഇല്ലെങ്കിൽ ആണിയോ സ്ലേഡോ ഇട്ട് വെക്കുന്നത് നല്ലതാണ്. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ സെക്ഷനായി അപ്ലൈ ചെയ്യുന്നത് മുടിയുടെ എല്ലാ ഭാഗത്തും എത്തുന്നതിന് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ മെഹന്തിയുടെ കളർ നിങ്ങളുടെ കയ്യിലാവാൻ താല്പര്യമില്ലെങ്കിൽ ഒരു ഗ്ലൗസ് യൂസ് ചെയ്യാവുന്നതാണ്. മുടിയുടെ എല്ലാ ഭാഗത്തും മെഹന്തി ആയാൽ പരമാവധി 2-3 മണിക്കൂർ ഹെന്ന ഹെയറിൽ വയ്ക്കുക. മെഹന്തി ഉണങ്ങി വന്നാൽ വെറുതെ പ്ലെയിൻ വാട്ടറിൽ വാഷ് ചെയ്യാം. ഷാംപൂ യൂസ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം വരുന്നില്ല. നരച്ച മുടിയിലാണെങ്കിൽ നല്ല റിസൾട്ടാണ് കിട്ടുക. അപ്പോൾ എൻ്റെ മുടി നരയ്ക്കാത്ത കാരണം ലൈറ്റ് ഷെയ്ഡേ വന്നിട്ടുള്ളൂ. ബ്ലാക്ക് ഹെയറിൽ സൺലൈറ്റ് അടിക്കുമ്പോൾ നന്നായി ചോക്ലേറ്റ് കളറായിട്ട് കാണും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് ഡേ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരയ്ക്കും എല്ലാവർക്കും ബൈ.